പ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, മാധ്യമപ്രവർത്തകർ, ബാക്കി എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ മനോഹരമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നെന്മാറ MLA ശ്രീ കെ ബാബുവാണ്. ഒരുപാട് സ്നേഹത്തോടെ അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കേരള വിഷൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഏറെ ആരാധ്യനും കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ കൃഷ്ണൻകുട്ടിയേട്ടൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ, വിവിധ പ്രാദേശിക ചാനലുകളിൽ പ്രതിദാനം ചെയ്ത് എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ ആദ്യമായി പങ്കെടുക്കുന്നത്. കേരള വിഷൻ ചാനൽ എന്ന് കേട്ടിട്ടുണ്ട്, ഇടയ്ക്ക് TV നോക്കുന്ന സമയത്ത് കാണാറുമുണ്ട്. പിന്നീടാണ് അത് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ പറഞ്ഞതുപോലെ ചിതറിക്കിടക്കുന്ന പ്രാദേശിക ചാനലുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇന്ത്യയിൽ അഭിമാനത്തോടുകൂടി മറ്റ് എല്ലാ മാധ്യമ കോർപ്പറേറ്റുകളെയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് സാധാരണക്കാരായി നിൽക്കുകയും പ്രാദേശികപരമായ വാർത്തകൾ കൊണ്ട് ജനകീയമായി അടിത്തറയിടുകയും ജനമനസ്സുകളിൽ ഇടം നേടുകയും ചെയ്ത കേരളത്തിൻ്റെ കേരള വിഷൻ ചാനൽ ഇന്ന് 5ാമത് എത്തി നിൽക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുകൂടിയായ മണിയോട് ചോദിച്ചു, അല്ല ഇത് എങ്ങനെയാ പരിപാടി എന്ന്. അദ്ദേഹം പറഞ്ഞത്, ഇത് കേവലം ഒരു ചാനൽ മാത്രമല്ല, എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം 1000 കോടി രൂപയുടെ ആസ്തിയോടുകൂടിയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നതിൽ മറ്റ് കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കുകയല്ല, അതിനുമപ്പുറത്തേക്ക് ഇതിൻ്റെ വളർച്ച എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും മാധ്യമരംഗത്ത് വലിയ മത്സരങ്ങൾ നടക്കുന്ന സമയമാണ്. അത് അച്ചടി മാധ്യമങ്ങളിലാവട്ടെ ദൃശ്യമാധ്യമങ്ങളിലാവട്ടെ ഒരുപോലെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ചില മാധ്യമങ്ങളൊക്കെ കാലിടറി വീഴാറുണ്ട്. കാലിടറി വീഴുന്ന മാധ്യമങ്ങളെ കൈത്താങ് കൊണ്ട് ഉയർത്തുന്നതിന് പകരം ഒന്നിച്ചതിനെ വിഴുങ്ങുക എന്ന രൂപത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല മാധ്യമ സുഹൃത്തുക്കളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനം. ചില മാധ്യമങ്ങളൊക്കെ ചില വ്യക്തികൾക്ക് അടിപ്പെട്ടുകൊണ്ടാണ്, വ്യക്തികളുടെ സ്ഥാപനമായി മാറി. ഈ മാധ്യമം എല്ലാവരുടെയും സ്ഥാപനമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള സ്ഥാപനമാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം ഈ കേരള വിഷൻ്റെ പ്രാധാന്യം. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നലത്തെ പോലെ ഇന്ന് അത്ര സുഖകരമായി പോകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നതുണ്ട്, വസ്തുതകൾ അതേ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. ജനമനസ്സുകൾ അറിയാവുന്ന തരത്തിലേക്ക് പുതിയ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല, ഏറെക്കാലം സമൂഹത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും
അത് മാത്രമേ ചർച്ച ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്ന അവസ്ഥയിലേക്ക് പോകുന്ന രീതിയും ഉണ്ട്. വസ്തുതകൾ, സംഭവങ്ങൾ അത് വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില വ്യക്തികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ പ്രസ്ഥാനങ്ങൾക്കോ കോട്ടം തട്ടുന്നതാണെങ്കിൽ, അവരെ വിഷമിപ്പിക്കുന്നതാണെങ്കിൽ, വസ്തുതകൾക്കപ്പുറത്ത് വാർത്തകൾ സൃഷ്ടിക്കുന്നതാണ് ശരി, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് ഭയപ്പാടോടുകൂടി പോകുന്ന രീതിയും ഇന്ന് കാണുകയാണ്. ആ ഭയപ്പാടില്ലാതെ തന്നെ നേരറിവിൻ്റെ വെളിമയും തെളിമയോടുകൂടി മുന്നോട്ട് പോകാൻ കേരള വിഷന് കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ കുടുംബശ്രീയിലെ മൈക്രോ യൂണിറ്റുകളുടെ അവാർഡ് ദാനമാണ് നടക്കുന്നത്. അതിയായ സന്തോഷം. സാമൂഹ്യ മാറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്, ഇപ്പോഴും അത്തരം പങ്ക് നിർവഹിക്കപ്പെടുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ. 1988 കാലങ്ങളിൽ കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്നതോടുകൂടി ഈ കേരളത്തിൽ സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എന്ന 2 പ്രധാനപ്പെട്ട ആപ്തവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുൻപേ ഒരു വർഷം ആലപ്പുഴ കേന്ദ്രീകരിച്ചത് പ്രവർത്തിച്ചെങ്കിലും മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതോടുകൂടി കേരളത്തിൽ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം കാണാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് ഏകദേശം 3,18,000-ഓളം വരുന്ന യൂണിറ്റുകളുണ്ട്. 48 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളാണ് ഇതിൽ അംഗത്വം എടുത്തിട്ടുള്ളവർ. കേവലം ഒരു യൂണിറ്റ് എന്ന നിലയിൽ കുടുംബശ്രീ രൂപീകരണമല്ല അന്നുണ്ടായിരുന്നത്. സ്ത്രീകൾ കൂട്ടിൽ കുടുങ്ങും അടുക്കളക്കാരികളല്ലെന്നും സാമൂഹ്യ പുരോഗതിയിൽ അവർക്ക് വഹിക്കാനുള്ള പങ്ക് ചെറുതല്ലെന്നും ആ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കും അരങ്ങിൽ നിന്നും വ്യവസായത്തിലേക്കും സ്വന്തം കാലിൽ നിലനിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വളരണം എന്ന ആഗ്രഹത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട കുടുംബശ്രീ ഇന്ന് ഇന്ത്യയിൽ മാതൃക എന്ന് പറയുന്നതിനുമപ്പുറം ലോകത്താകെ മാതൃകയാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ ഇതിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടക്കത്തിൽ പശു വളർത്തലും തയ്യൽ യൂണിറ്റും എന്ന നിലയിൽ ആരംഭിച്ച് ഇന്ന് ഈ സമൂഹത്തിലെ ഓരോ കുടുംബത്തിനും മനുഷ്യനും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എന്തെല്ലാമാണോ നിർമ്മിക്കാൻ കഴിയുക അത്തരം നിർമ്മിച്ച് സ്വയം വിൽക്കുക മാത്രമല്ല, ഓൺലൈൻ വഴിയുള്ള വ്യാപാര രംഗത്തും കുടുംബശ്രീ മിഷൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നത് ഏറെ സ്തുത്യാർഹമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണ് മെച്ചപ്പെട്ടതെന്നും അവരെ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും ഈ ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള ജനകീയ പ്രസ്ഥാനം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കേരള വിഷൻ്റെ ചുമതലയാണെന്നും ആ ചുമതല നിർവഹിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഈ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള ആദരവ് കൂടെയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ 2 കാര്യങ്ങളിലും അതിനേക്കാൾ ഉപരി തൊട്ടു മുൻപ് ഈ പാലക്കാട് 2030 എങ്ങനെ ആയിരിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ ഗൗരവപ്പെട്ട രൂപത്തിലേക്കുള്ളൊരു ചർച്ച സംഘടിപ്പിക്കുന്നതിലും മുന്നോട്ട് വന്ന കേരള വിഷനെ എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇനിയും ഉത്തരോത്തരം കേരള വിഷന് വളരുവാൻ കഴിയുമാറാകട്ടെ. അതിലൂടെ ഈ സ്ത്രീ സമൂഹത്തിൻ്റെ പുരോഗതിയിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച നിങ്ങൾക്കും അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ നെന്മാറ MLA ശ്രീ ബാബു അവർ, സ്വാഗതം രാജ്മോഹൻ മാമ്പ്ര, മറ്റ് വിശിഷ്ടാതിഥികൾ, സഹോദരി സഹോദരന്മാർ, കുടുംബശ്രീയുടെ സഹോദരിമാർ, മറ്റ് സദസ്സിലുള്ള മറ്റ് മാന്യരെ, കേരള വിഷൻ്റെ